മണിക്കൂർ 7:30 നമ്മള് കയറി. ഇപ്പോ സമയം 9:30 കാണിച്ചു തരാം. നമ്മള് അടിയേക്ക് എത്തിക്കണു. ലാൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ബിസ്മില്ലാ. കിട്ടുന്നില്ല മൂപ്പർക്ക്. ഇങ്ങനെ തന്നെയാണ് ഇതേ. പേടിക്കണ്ട മേലെ പേടിക്കണ്ട. And we reached here safely. ഇനി അടുത്തത് ലക്ഷദ്വീപ്. And here we reach at ലക്ഷദ്വീപ്. അഗത്തി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. We have arrived officially in Lakshadweep. ഇതെവിടെ കയറണ്ട ഇനി? പിന്നെ ഇത് നമ്മളെ നടന്ന മാതിരിയല്ലല്ലോ. നീ എവിടക്ക പോണ്ട്? ഇത് പുറപ്പെടലാണ് ഇവിടെ. ഇങ്ങനെ അറൈവൽ, ആഗമനം. ഒരു നല്ല നല്ല എക്കോസിസ്റ്റം അല്ലേ എയർപോർട്ട്. അറൈവൽ. നമ്മളിതാ കേറുമ്പോ തന്നെ ഇവിടെ അക്വേറിയം ഒക്കെ ഉണ്ട്. നല്ല നിങ്ങളെ പെർമിറ്റിന്റെ പേപ്പറും അതേപോലെ ബോർഡിംഗ് പാസ്സൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു പറയുന്ന രജിസ്റ്ററിൽ നമ്മളെ ആരെങ്കിലും ഒരാളെ ഒപ്പിട്ടാൽ നമുക്ക് പോവാം. ലഗേജ് ഇല്ല, ഇതന്നെ ഉള്ളു. നമ്മളിതാ ഇവിടെ എത്തി മക്കളെ. എയർപോർട്ടിന്റെ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. ബ്രദേഴ്സ്, ഹാവ് യു സീൻ ദിസ്? എന്റെ പൊന്നളിയാ, നമ്മൾ വന്നിട്ടുള്ളത് അകത്തേക്കാണ് ഇപ്പോ. ഇനി വേറെ കോമഡി ഉണ്ട്. ഒരു ട്രോൾ ഉണ്ട്. അവിടെ ദ്വീപ് കയറിയാല് ലിക്കർ ഉണ്ടോന്ന് പരിശോധിക്കും ആദ്യം. നമ്മള് പിന്നെ കുടിക്കാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല, ലിക്കറുണ്ടോ? പോക്കുഞ്ഞിജ് ഞങ്ങളോട് പറയാതെ കാണും. നോക്കി തുറന്നു. ഡ്രസ്സ് ചിലപ്പോ മോൾഡാക്കാരം. ഇവിടുത്തെ ഭാഷന്റെ പേരെന്താണ്? ജസരി. എല്ലാ ദ്വീപിലും അതന്നെ? എല്ലാ ദ്വീപിലും തന്നെ ജസരി തന്നെ? ആ, ഇവിടെ അടുത്തില്ല. അകത്തിന്റെ അടുത്തുള്ള ദ്വീപ് ഏതാ? തൊട്ടടുത്തുള്ളത് മറ്റേ ആന്ധ്രോത്ത് കൊറേ പോണം. ഒരു അത്ര കണ്ടല്ലേ? ക്ലൈമറ്റിന്റെ പ്രശ്നമുണ്ടോ? ആ ആ ആ. ഇതൊക്കെ വീടുകളോ അതോ ഹോം സ്റ്റേയോ? റിസോർട്ടാണല്ലേ? അച്ഛാ, ഇവിടെ മറ്റേ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലേ അനാർക്കലൊക്കെ ഷൂട്ട് ചെയ്തേ? അത് കവരത്തില്ല.
ആ ആ ആ ഇവിടെ അല്ലേ? അതല്ല, മറ്റേ ഇവിടെ ഹെൽമെറ്റ് ഇതൊന്നും കമ്പൽസറി ഇല്ല. എത്രയോ പെറ്റികൾ ലാഭിക്കാൻ നമുക്ക്. ക്യാമറ ട്രിപ്പിൾ അടിച്ചാ പിടിക്കൂലേ? അതന്നെ ഉള്ളു. അതിന് എത്ര ഫൈന്? 500? 200 കൊള്ളു. നമ്മള് വില പേശുന്നതിനനുസരിച്ച് നമ്മളവിടെ ക്യാമറ, സീറ്റ് ബെൽറ്റ്, 2 ഹെൽമെറ്റ്. ഇവിടെ അതൊന്നും വേണം. കണ്ടാ, ഇപ്പൊ നമ്മളെ റൂമൊക്കെ നമ്മളെത്തിക്കണു. ആ സോറി, ജിണ്ടല്ലേ എന്നാ ലുക്ക് മാംബ്രോ എടുത്തോളോ. ഓക്കെ. അറാം എവിടെയാണ് അപ്പൊ? ഇപ്പൊ ഇവിടെ ഇല്ല. ഓ എവിടുന്നേറ്റ് വന്നിട്ടുള്ളൂ, വന്നിറങ്ങിയിട്ടുള്ളൂ പറഞ്ഞു. ഇന്നലെ വിളിച്ചേക്ക്. നമ്മളെ റൂമാണിത്. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. എന്റെ മക്കളെ, കൊറേ അനാർക്കലി സിനിമ കണ്ട മുതൽ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ട് വരണെന്ന്. എന്റെ മച്ച, brothers, you guys seeing this? സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. താത്താന്റെ പേരെന്താ? ഷഹനാസ് താത്ത ഉണ്ടാക്കിയത്? നമ്മളെ വന്ന അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിസ ഒക്കെ അടിച്ച് കയറ്റിയാലേ ഇനിയും പോവാ എനിക്ക്? എനിക്കിനി പോവൂല. ഇതെന്ത് കറിയാണ്? ഉപ്പ് എന്താണ്? ഉള്ളിക്കറി. ഇത് അല്ല, ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇതിന്റെ പേരെന്താ? നിങ്ങൾ പോണതിന് മുമ്പ് നിങ്ങളെ ജസരി ഭാഷ കുറച്ച് പഠിപ്പിച്ചു തരുന്നുണ്ടേ. ഇതാണ് മാഷ പൊട്ടിച്ചത്. നമ്മളെ ടൂണന്റെ ഒക്കെ ഒരു ഡ്രൈ ഫോമോ, അത് ഈ പത്തലിന്റെ കൂടെ കഴിച്ചാ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് അമീറ? പിന്നെ എന്നും പോവല്ലേ. അപ്പൊ നമ്മള് കാസർഗോഡൊക്കെ കാക്കൂന്, ഞങ്ങളവിടെ കാക്കൂന്ന് പറയാ. കാസർഗോഡ് ഇച്ച അമ്പായുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും വീടുണ്ടോ? അത് ഇവിടെ ഇപ്പോ ജ്യേഷ്ഠൻ മൂത്തോൻ എന്ന് വിളിക്കും, ഏട്ടനെ ഇക്കാക്ക മൂത്തോൻ എന്ന് വിളിക്കും. അതാണ് മെയിൻ ആയിട്ട് വിളിക്കുക. പിന്നെ ഓരോ സ്ഥലത്ത് ദ്വീപില് ഇടയ്ക്കുന്ന വിളിക്കുന്ന ബാപ്പയ്ക്ക, അങ്ങനത്തെ കുറച്ച് നാടൻ പേരുകളൊക്കെ ഉണ്ട്. മറ്റേ തെറി നമ്മൾ സാധാരണ തന്നെ തെറി ഇല്ല, ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. ഇപ്പൊ തെറി ആ ലക്ഷദ്വീപ് തെറിയെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് മലപ്പുറത്ത് അങ്ങോട്ടുള്ള അത്ര തെറിയൊന്നുമില്ല. ഇവിടെ വേറെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് പറയാ കാഫറെ എന്ന് വിളിക്കും. അത് നമ്മള പറയുന്ന അത് ആ സാധനം, അത് ഇങ്ങനെ ഇതേന്നല്ല, അങ്ങനെയാണ് പറയാ. പിന്നെ ഓരോ അങ്ങനെ ഈ നമ്മളെ അവിടുത്തെ ഫോമിന്റെ ഇവിടുത്തെ ഫോമുണ്ട്. ഈ ജസരി മറ്റേ നമ്മൾ സാധാ പറയണ ഭാഷന്റെ കൂടെ ഏതായാലും ഇത് കൂട്ടി ഇതാക്കുക. ജസരി കുറച്ച് നമുക്ക് തമിഴായിട്ട് തോന്നും. കുറച്ച് തമിഴാണ്, കുറച്ച് തമിഴുണ്ട്, കുറച്ച് മലയാളം, കുറച്ച് ഉറുദു, ആ ഒരു സംഭവമാണ് അറബി.
നിങ്ങളിപ്പോ എന്തായാലും ജസ്റ്റ് സംസാരിച്ചാണ് നമ്മളെ നാളത്തെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഞങ്ങളോട്. അതിപ്പോ ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോ സ്പീഡില് നിങ്ങൾ ഇതാക്കുമ്പോ ഇപ്പൊ ഫുഡ് അടിപൊളിയാണെന്ന് എങ്ങനെയൊക്കെയെന്ന് വെച്ചാല് ഫുഡ് എങ്ങനെ അരങ്ങുണ്ടാ അങ്ങനത്തെ ചില വേർഡുകൾ ഉണ്ടാവും. ഫുഡ് അരങ്ങുണ്ടാ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ വന്ന റിസോർട്ടിന്റെ പേര് ചേടിയാർ റിസോർട്ട്. നമ്മളെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ആകെ 5-6 മിനിറ്റ് ഉള്ളൂ ഇങ്ങോട്ട് ചേടിയാർ റിസോർട്ടിക്ക്. ഇതാണ് നമ്മളെ ലുക്മാന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ള ലുക്മാനെ കോണ്ടാക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാല് ടോട്ടൽ 32 ഐലൻഡ്സ് ഉണ്ട് ലക്ഷദ്വീപില്. അതില് 10 ആൾ താമസമുള്ളൂ. അപ്പൊ ഓരോ സ്ഥലത്ത് ഈ നമ്മളെ സ്ലാങ് വ്യത്യാസം വരുന്ന പോലെ ലാംഗ്വേജിൽ ചെറിയ ചെറിയ വേരിയന്റ് ഒക്കെ ഇവിടുന്ന് വേറെ ദ്വീപിൽ പോകണമെങ്കിൽ ഷിപ്പ് കൊടുത്ത് പോകണം. ഫെറി സർവീസ് ഇപ്പൊ കവരത്തിക്കൊന്നും ഇല്ലായിരുന്നു, കപ്പലില്ലായിരുന്നു, ക്ലൈമറ്റ് പ്രശ്നം കാരണം. മൺസൂണിന്റെ സമയത്ത് ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഫെറി പോലത്തെ നമ്മളെ വെസൽ എന്ന് പറയും, കപ്പലിന്റെ പേരാ. ആ കപ്പല് വെസൽ എന്ന് പറയുന്ന ആ ടൈപ്പിനെ പറയുന്നത്, ഇരുന്ന് പോകുന്ന അതുണ്ട്. നമ്മളെ കൊച്ചിയിലൊക്കെ കാണുന്നില്ലേ? മനസ്സിലായി. അങ്ങനത്തെ മറ്റേ എന്താ പറയാൻ വന്ന്, ഇവിടെ കപ്പല് നമുക്ക് എത്ര ദിവസം എടുക്കല് യാത്ര? എവിടുന്ന്? ഒരു കൊച്ചിക്ക്. അത് ഇന്ന് രാവിലെ കയറുമ്പോ നാളെ എത്തും. ഒരു 24 hours ഉണ്ടല്ലേ? അതെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചങ്ങനെ പറ്റുമോ നോക്കിയിരുന്നു. പക്ഷെ തിരിച്ച് 2 ആഴ്ചക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഇല്ലേ, ഭയങ്കര ഇവിടുത്തെ ആൾക്കാരന് അങ്ങനെ ഇവിടുത്തെ ആളുകൾക്ക് മെയിൻ ആയിട്ട് അതല്ലേ. കാരണം ഇവിടെ ഇപ്പൊ ഫ്ലൈറ്റ് എല്ലാ ദ്വീപുകാർക്കും എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വന്നിട്ട് പിന്നെ പോണല്ലോ. അപ്പൊ ഷിപ്പാണ് എല്ലാരും കണക്ട് ചെയ്യുന്നത്. അല്ല, ഈ ഷിപ്പിന് നമ്മൾ എത്ര ടിക്കറ്റ് റേറ്റ് തന്നെ? ടിക്കറ്റ് ഇപ്പൊ നമുക്കൊരു 400 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ട്രിപ്പിൾ വരും ടൂറിസ്റ്റുകൾക്ക്, പുറത്തുനിന്ന് വരുന്നവർക്ക്. ഓക്കെ. അതല്ലാണ്ട് തന്നെ ഒരു കോട്ടയുണ്ട്. ഒരു പ്രോഗ്രാമിന് ഇത്ര ടിക്കറ്റ് മാത്രമേ ഉണ്ടാവൂ പെർമിറ്റ് ഹോൾഡേഴ്സിന്. കാരണം മൊത്തം ലക്ഷദ്വീപ് കണക്ട് ചെയ്യുന്ന ഷിപ്പാണല്ലോ, നാട്ടുകാർക്ക് അങ്ങനെയാണ്. അപ്പൊ എന്നാ റൂമിൽ പോവാ. റമീസ് ബ്രോ, നിങ്ങളെ പേരെന്തേന്ന്? കാസിം. ഇതാണ് നമ്മുടെ പീസ് ഔട്ട് റൂം. അത്യാവശ്യം ലക്ഷറിയസ് ആണ്. ബാത്റൂം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനിതാ, ഇങ്ങനെ നോക്കിയാ കണ്ടില്ല വ്യൂ, സീന. ഈ വ്യൂ സീന. നമ്മളെ റൂമിന്റെ പുറത്തുനിന്ന് നേരെ ഉള്ള വ്യൂ ആണ്. You are living your dream. മൈക്ക് ഇവിടെയാണ്, ഇവിടുന്ന് കേക്കുള്ളൂ. ഇജ്ജ് പറഞ്ഞ കേക്കൂല. കൊറേ ഊഞ്ഞാലുകൾ ഞാൻ അടിയിക്കണം, പക്ഷെ ഈ ഒരു ഊഞ്ഞാലിൽ കിട്ടുന്ന വ്യൂ ഇതൊന്ന് പിടിച്ചാ. ഒന്നാട്ടെ ബാക്ക് കാട്, ബാക്ക്ഗ്രൗണ്ട് എടുത്ത്. അല്ല, ബാക്ക്ഗ്രൗണ്ട് അല്ല അത്. ഈ ഒരു വ്യൂവിലൊക്കെ ഊഞ്ഞാലാടാന് വേറെ എവിടെയും പറ്റൂല. വെള്ളം കണ്ടോ ഉപ്പ് ചായ ഉണ്ടാവും. കടലത്തെ വെള്ളം പിന്നെ ഏതാ വൈബ്. ഇങ്ങനെ നിക്ക, കല്ലുമ്മ കേറി നിക്ക. ചെരുപ്പ് തന്നെ, ചെരുപ്പ് തന്നെ. നിങ്ങക്ക് ഒരിക്കലും നഷ്ടം തോന്നൂല ലക്ഷദ്വീപ് വന്നാല്. ഒരു സ്ഥലത്ത് പോയിട്ടും ജീവിതത്തിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ലക്ഷദ്വീപ്. ഒന്നും പറയാല്ല. ഇത്രയും നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നാണ് പറയാല്ലേ. ഇനിയിപ്പോ നമ്മൾ നാളെ ഈ ആ ഏരിയക്കാണ് നമ്മൾ നാളെ സ്കൂബ ചെയ്യാൻ പോണേ. ആ കപ്പലിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക, ഈ ഏരിയയിലായിരിക്കും നാളെ സ്കൂബ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നാളെ നമ്മള് വേറെ വീഡിയോസ്
ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത് അമീർ അവർകൾ. താങ്ക് യു. ഇനി നമ്മള് ഇത് ഇപ്പുറത്തെ സൈഡ്, ഇനി നമ്മള് ഇതിന്റെ അപ്പുറത്തെ സൈഡത്തെ ബീച്ച് ഉണ്ട്, ഫുള്ള് ബീച്ചാണ്. അവിടെ പോവാ. എന്താ വെച്ചില്ലേ, അവിടെയാണ് ഇറങ്ങണേ. നമ്മക്ക് റെന്റിന് 2 വണ്ടി പറഞ്ഞു, ബൈക്ക്. അപ്പോ അതെടുക്കാന് നമ്മൾ ആ കാസ് അതിനൊപ്പം ഒപ്പം പോവാണ്. ഇതാണ് നമ്മളെ കാക്ക. നിങ്ങളെ പേര് പറയും. സവാദ്ക്ക. ചെടിയാർ ഹോളിഡേസിന്റെ മാനേജർ. നാട്ടില് അഖിലേന്ത്യ കളിക്കണ വൈകുന്നേരം കളി ഉണ്ടെങ്കിൽ പറയും. വൈകുന്നേരം കളി ഉണ്ടെങ്കിൽ കളിക്കാന് കാണാനോ കളിക്കാൻ പറ്റുമോ? അങ്ങനല്ലേ, ഇവിടുത്തെ ആൾക്കാരൊപ്പം കളിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, നമ്മൾ നാട്ടിലെല്ലാം കളിക്കും. ഓക്കെ, ആ നാട് പോവാ. ഞാനേ അത് ആൾക്കാരൊപ്പം ഒതുക്കെടുത്തേക്ക്. ഇത് തുറന്ന എങ്ങനെ തുറക്കുമ്പോ ട്രൗസർ പോരാണ്. അയക്ക് വെച്ചോ, അതിൽ ആ വെള്ള സാധനത്തേക്ക് വെച്ചാ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വരാം. പണിയെടുപ്പിയ പെണ്ണി കഥ പറയണ്ടല്ലേ അമ്പ ഇന്നോട് മാറി. ഇതാണ് മീറ്റിംഗ് നേരെ ക്യാമറ മീറ്റിംഗ്. ഇതിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ലെങ്കിലും. ഓ പടച്ചവൻ കാത്തു. എന്നെ പോയിന്ന് പോണ്. സ്കൂളുണ്ട് ഇവിടെ? ഏതാ? അടുത്താ പോകുന്ന ആണോ സ്കൂളിന്റെ അടുത്തേക്ക് പോണേ? ഇന്ന് സ്കൂളില്ല? സ്കൂളുണ്ടോ? മുതലായിന്ന്. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ അവധി? സ്കൂൾ അവധി ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനല്ല, ഞായറാഴ്ച മാത്രം. നല്ല പ്രായമുണ്ട്, എന്നൊക്കെ പഠിച്ചതാണ്. പോർച്ചുഗലിന്റെ കൊടി കണ്ടിട്ടോ? ഇതാ ഒരു പോർച്ചുഗൽ ഫാനാണ്. നാട്ടിൽ എത്തുമ്പത്തിന് ജർമ്മനിന്റെ ഒപ്പം ഉണ്ടാവും. കട്ടൗട്ട് ഫ്ലെക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അത് സ്കൂൾ വിട്ടുണ്ടോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച നമ്മളെ നാട്ടിൽ കാണൂല. ലക്ഷദ്വീപിലെ കുട്ടികളെയാണ് കാണാൻ പോകുന്നത്. അടിട്ടോ ക്യാമറ എടുത്ത് പറഞ്ഞിട്ട് സേഫാന്നൊക്കെയാണ് പറയണത്. ക്യാമറ എടുത്ത എല്ലാരും തന്നെ ഇതാണ് ഈ സ്കൂള്. സ്കൂളാണോ നമുക്ക് റെന്റിന് തരാൻ പോണ്? ഇവിടെ ഒരു ബൈക്ക് കണ്ടിട്ടൊന്നുമില്ലല്ലോ. തയ്യൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റാൻഡേർഡ് യൂണിഫോം ആട്ടോ. എന്ത് ഇവനെ എവിടേക്കൊക്കെ കൊടുക്കുന്നത്? എന്ത് ഈ അണ്ടർ വേൾഡ് ഒക്കെ കൊടുക്കുന്നു? മാത്രമായിരിക്കും. ഇവിടുത്തെ ചെക്കന്മാരെ പാർക്കിംഗ് കണ്ടില്ലേ? ഈ വളവ് എന്ന് പറഞ്ഞിട്ട് അവന് ഇല പൊട്ടിക്കണ പരിപാടി ഇവിടെ ഉണ്ട് നമ്മളെ നടന്ന മാതിരി. അതാ നമ്മളെ വ്ളോഗിലെ പുതിയ ആൾക്കാരാണ്. ക്യാമറ എടുത്തവരല്ലേ? ഇവനെ വണ്ടി തരാന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. 5 മിനിറ്റ് തന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ ഇതാണ് ലക്ഷദ്വീപത്തെ വീട്. നമ്മള് മറ്റേ ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഇവിടുത്തെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ. സ്കൂളിന്റെ പേരെന്താ? മനസ്സിലാവണം മാഷി പറയൂ. സ്കൂളിന്റെ പേര് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി. ഇത് എത്രയാ? 9ാം ക്ലാസ്സിലെ.
ടൈ ഒക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇപ്പോഴും ടൈ ഇല്ല. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ആണ്. നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഇപ്പോഴും. യൂണിഫോം തന്നെ എപ്പോഴേലും അടല്. എന്നിട്ട് ഉച്ചക്ക് ചോറ് നനയുക. ഞാൻ സമയം നോക്കിയില്ലടാ. ഇന്റർവെല്. അത് ശരി. എന്നിട്ട് ഇപ്പൊ കടയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാ. മുട്ടായി ഇതൊക്കെ വെറുതെ എങ്ങനെ സ്കൂളിൽ അങ്ങനെ പൊക്കിയിട്ട് എടുത്താൽ ടീച്ചർമാരെ ആട്ടുഞ്ഞി. ഇതാണ് സ്കൂള്. കിട്ടിക്കണ ഞാനോ? ഞങ്ങള് മലപ്പുറം കേട്ടുകണോ? മലപ്പുറം വന്നിട്ടുണ്ടോ? മലപ്പുറത്ത് എവിടെ? എടവണ്ണപ്പാറ. അവിടെ എങ്ങനെ കുടുംബക്കാർ അങ്ങനെ എന്തേലും? ചേച്ചിനെ ഇവിടെ ആക്കാൻ വന്നാൽ ശരി ശരി. എപ്പടി ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെ ആരോ വിളിച്ചിട്ടുണ്ട്. വാജേ പരിചയപ്പെടാൻ വേണ്ടി വന്നാ. പറയും. പേരെന്താ? പേര് ടിപ്പു. എവിടെ സ്ഥലം? അവിടെ മലപ്പുറം. മലപ്പുറം അവിടെ? മലപ്പുറം പെരിന്തൽമണ്ണ അറിയോ? പെരിന്തൽമണ്ണ വന്നിട്ടുണ്ട്. കരുവാരണ്ട് അറിയോ? കരുവാരണ്ടിന്റെ അമ്മായിന്റെ വീടുണ്ട്. ഞാൻ കരുവാരം കൊണ്ടുണ്ടായിരുന്നു. എന്തായി ഡിസംബർക്ക് വെറുതെ ഇവിടെ ഇങ്ങനെ കേരള കൊണ്ടൊക്കെ പോയിന്നോ? നിങ്ങളെ പോലെ ട്രാവൽ ചെയ്ത് വന്നവര് കൂട്ടിക്കൊണ്ട് പോയതാ? അപ്പൊ അലപ്പുഴ പോയി ഓരോ കൂടെ പോയിട്ട് മൈൻഡ് ഓരുടെ വീട്ടിൽ നിന്ന് അവിടെയൊക്കെ കരുവാരം കൊണ്ട്. അങ്ങനെ നമ്മളവിടെ പോവാജേ. പെരുന്തമണ്ണ വരുമ്പോ നമ്മളെ വിളിച്ചാൽ മതി. ഡിസംബർക്ക് വരാം. എന്തിനും ഏതിനും നമ്മളവിടെ റെഡിയാണ്. അടുത്ത ഡിസംബർക്ക് വരാം. ഇൻഷാന്റെ പേരെന്തേന്നു? അഫ്സൽ. എന്റെ പേര് കാസിം. ശരി, ബെല്ലടിച്ച് പോട്ടെ. എന്ത് ക്ലാസ് കട്ട് ചെയ്യും. ഇംഗ്ലീഷാ ബെസ്റ്റ്. ചെക്കന്മാർ നമ്മളവിടെ മാരല്ല വൈബാണ്. നമ്മളവിടുത്തെ ജാട കൂടുതൽ. ഇവര് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുക. നമ്മളവിടുത്തെ ഒരു നാടൻ ഹോട്ടൽ സുലൈമാൻ. ഗ്രൗണ്ട് നടന്നിട്ട് ബ്രസീലിന്റെ കട്ടൗട്ട് സുൽത്താൻ. നീ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെസ്സിന്റെ ബ്രസീൽ ഫാൻസ് അഗത്തി. നമ്മള് അഗത്തി ദ്വീപത്തെ ഗ്രൗണ്ടാണ് കാണാൻ പോണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് കളിക്കണം. ഇവിടുത്തെ ഒരു കൂട്ടുകാരില്ല, കൂട്ടിയെ കളിക്കണം. ഡിസ്ട്രിക്ട് ഇന്റർ ഐലാൻഡ് അല്ലേ? അത് ഇവിടെ ഉണ്ടാവുക? അത് ഇവിടെ ഒന്നല്ല, ഓരോ വർഷം ഓരോ ദ്വീപിലായിരിക്കും. നല്ല അടിപൊളി. 3-ലാണ് ഞാൻ ഇവിടെ. ലെവൻസിന്റെ കോർട്ടാണ്, പക്ഷെ വീതില്ല. നീളം ലെവൻസ് ഉണ്ട്, പക്ഷെ വീതില്ല. ഗാലറി ഒക്കെ ഉണ്ട്. ലൈറ്റ് ഉണ്ട്. ലൈറ്റ് 4 സൈഡിലും ഉണ്ട് അല്ലേ? ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇത് ഇടൂല. ഇത് ഫൈൻസിന് മാത്രമേ ലൈറ്റ് ഇടുള്ളൂ. സ്റ്റേഡിയം മ്യൂസിൽ പറഞ്ഞ മാതിരി തോക്ക് തരാൻ, പക്ഷെ വെടിവെക്കാനാവില്ല പറഞ്ഞ മാതിരി അല്ലേ? ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതെന്താ ഇങ്ങനെ അകത്തീത്തെ ഗ്രൗണ്ട് ഇവിടെ ഇന്റർ ഐലാൻഡ് ടൂർണമെന്റ്സ് ഒക്കെ നടക്കല്ലേ? നമ്മൾ ഇന്റർ ഡിസ്ട്രിക്ട് ഒക്കെ നാട്ടിൽ നടക്കണ മാതിരി ഇന്റർ ഐലാൻഡ് ടൂർണമെന്റ്സ്. എന്താ നല്ല ഹാർഡൊന്നല്ല, വീണ അങ്ങനെ മുറിയാവൊന്നുമില്ല. മിനി സ്റ്റേഡിയം, നല്ല അടിപൊളി പവലിയനൊക്കെ ഉണ്ട് കളി കാണാൻ. ഇതൊക്കെ തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ. NH47 ഫിഷിങ്ങിന് പോവാണ്. മറ്റേ സ്പിയർ ഉണ്ട്, കുന്തം, അതുകൊണ്ടാണ് പോണത് ഫിഷിങ്ങിന്. ഒരു പക്ക നാടൻ ഗ്രാമം. എന്തുകൊണ്ടും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവർക്ക് വന്നാല് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നാടാണ് ലക്ഷദ്വീപ്. സുധിയേ, കുട്ടിക്ക് മലയാളം അറിയാം. പോയിറങ്ങിക്ക. നല്ല നീല വെള്ളം. ബെസ്റ്റ് എവർ ട്രിപ്പ് ലക്ഷദ്വീപ്. ഹൈലി റെക്കമെൻഡഡ്.
മറ്റേ ചെയ്യണ മറ്റേ പാത്രം വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ലഞ്ച് ഫസ്റ്റ് ഡേന്റെ ലഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 1:30 കഴിഞ്ഞു. അതാ ഷഹനാസാത്ത ഫുഡ് കഴിക്കാൻ പഠിക്കുന്നുണ്ട്. പോയോക്കാം നമുക്ക്. അവിടെ തിരക്കാലോ. ചിക്കന മീനില്ലേ? രാത്രി മീന. നല്ല ലക്ഷദ്വീപ് ടൈപ്പ് ബിരിയാണിയാണ് നമുക്ക് ഫസ്റ്റ് ദിവസം. അച്ചാറാ സാധാ ചോറോ? രാത്രി നല്ല സാധാ ചോറും ഇത് മതി, മീനും. ഞങ്ങക്ക് ചിക്കൻ വേണമെന്നല്ല, മീൻ മതി. മീൻ കിട്ടിയാ മതി ഞങ്ങക്ക്. ചിക്കൻ അവിടുന്ന് കിട്ടണല്ലേ? ആ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയില് ലക്ഷദ്വീപിലെ വൈകുന്നേര കാഴ്ചകളുമായി കാണാം നമുക്ക്.